പാടിൻ്റെ മലയാളം അൻപു പൂക്കും കർണികാരം എൻ്റെ മലയാളം തുഞ്ചത്തെ തത്ത പാടിയ കൊഞ്ച മലയാളം അൻപത്തൊന്നക്ഷരത്തിൻ അഴകു മലയാളം പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലൂ നീ. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചൻ പറമ്പിൽ രാമാനുജൻ എഴുത്തച്ഛന് പുനർജന്മം കേൾക്കാനുള്ള മഹാഭാഗ്യം കാലം എന്റെ കൈവെള്ളിയിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് നിർവഹിക്കാനാവാത്ത ഹതഭാഗ്യനായ ഒരു ശില്പിയാണ് ഞാൻ. മലയാളത്തിന്റെ അക്ഷരശില്പി, അവിടുത്തെ വിഗ്രഹം കൊത്താനാവാത്ത ഞാനിനി ജീവിതത്തിൽ ഒരിക്കലും ഒരു ശില്പവും കൊത്തില്ല. ഇത് സത്യം. ഞാനിതാ എന്റെ ഒളിയും ചുറ്റികയും അവിടുത്തെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. പൊറുക്കുക, എന്നോട് പൊറുക്കുക. അത് ചെയ്യരുത്. കാലിയമ്മിന്റെ കാഠിന്യമുള്ള ശിലയെ കവിത തുടങ്ങുന്ന ശില്പങ്ങൾ മെനയുന്ന അങ്ങ് തളർന്നു പോവുകയോ? അരുത്, അത് പാടില്ല. കാലങ്ങളായി ഓരോ മനുഷ്യരെ കാണുമ്പോഴും അവരിലൊക്കെയും എഴുത്തച്ഛനെ തിരയുകയായിരുന്നു ഞാൻ. പക്ഷെ അവരിലൊന്നും എഴുത്തച്ഛനില്ലായിരുന്നു. മനസ്സിന്റെ കടലാസിൽ രാവും പകലുമില്ലാതെ വരച്ചും ഗണിച്ചും ഗുണിച്ചും എഴുത്തച്ഛനെ ആവിഷ്കരിച്ചു ഞാൻ. പക്ഷെ അവനൊന്നും എഴുത്തച്ഛനായില്ല. ഞാൻ തോറ്റുപോയി. അങ്ങനെ പറയരുത് കേട്ട. മണ്ണും മലകളും മലയാള ഭാഷയും നിലനിൽക്കുന്ന നാൾ വരെ എഴുത്തച്ഛന് മരണമില്ല. മലയാളിയുടെ മനസ്സിന്റെ ശീലകത്ത് അവർ നാളെ പ്രതിഷ്ഠിക്കുന്നത് അങ്ങ് അന്ത്യശിലയിൽ കടഞ്ഞെടുത്ത ഈ ചാരുശില്പമായിരിക്കും. എഴുത്തച്ഛനോടൊപ്പം അങ്ങയുടെ നാമവും കാലത്തിന് മാറ്റാനാവാത്ത വിധം ആലേഖനം ചെയ്യപ്പെടും. ആ മഹാഭാഗ്യം അങ്ങ് ഇല്ലാതാക്കരുത് ദേവേട്ട. അത് തന്നെയാണ് എന്നെ ഏറെ ഭയപ്പെടുന്നത്. ചൊല്ലുന്ന വാക്കും ചെയ്യുന്ന കർമ്മവും സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു കപട വിഗ്രഹം തീർത്ത് എഴുത്തച്ഛനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന മലയാളത്തെ പറ്റിക്കാൻ ഞാൻ ഒരുക്കമല്ല. അതെ, ഭാഷാപിതാവിനോട് ചെയ്യുന്ന കടുത്ത അപരാധം കൂടിയാണ്. അങ്ങ് സമാധാനിക്കൂ, എല്ലാം ശരിയാവും. ഇന്നും തൃക്കണ്ണീർ അമ്പലത്തിൽ പോയി അങ്ങയുടെ പേരിൽ വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട്. മനം മുഴുകി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇന്ന് തന്നെ ദൈവങ്ങളൊക്കെ മനം പൊട്ടി ചിരിക്കുന്നുണ്ടാവും ഈ ദൈവനിഷേധിയുടെ നിസ്സഹായത കണ്ട്, അല്ലേ? ദേവേട്ട, കേവല മനുഷ്യ മനസ്സുകൊണ്ട് അങ്ങ് തിട്ടപ്പെടുത്താവുന്നതല്ല ഈശ്വരനെ. അങ്ങ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ്
ഒരു കലാകാരനായി ജനിക്കുക എന്നത് കൈയുള്ളവരൊക്കെ ശില്പികളാണോ, കാലുള്ളവരൊക്കെ നർത്തകരാണോ, വായുള്ളവരൊക്കെ പാട്ടുകാരാണോ? എല്ലാം ഈശ്വരന്റെ വരദാനം മാത്രമാണ്. അല്ല, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ദേവേട്ട, അങ്ങ് എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇന്ന് നാം കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ പോലും അവരുടെ ഗുണവിശേഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വെറും രവിവർമ്മ ചിത്രങ്ങൾ മാത്രമാണ്. നമുക്ക് എന്തുകൊണ്ട് ആ വഴി സ്വീകരിച്ചുകൂടാ? പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മനസാക്ഷി പണയപ്പെടുത്തുന്നവനല്ല ഈ ദേവനന്ദൻ. അതിനെ പറ്റുന്ന മറ്റാരെങ്കിലും നോക്കണം നിങ്ങൾ. അരുത് ദേവേട്ട, അങ്ങനെ പറയരുത്. ശില്പികൾ ഒരുപാടുണ്ട്. പക്ഷേ പ്രാണനുള്ള ശില്പങ്ങൾ തീർക്കാൻ അത് അങ്ങ് തന്നെ വേണം. മലയാളത്തിന്റെ ഭാഷാപിതാവിനെ പൂർണ്ണതയേകാൻ അത് അങ്ങേക്ക് മാത്രമേ കഴിയൂ. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ആചാര്യ രൂപം എന്നിൽ തെളിഞ്ഞു കാണും വരെ ഉളി ഞാൻ എടുക്കില്ല. എങ്കിലും ഞാനൊരു ഭിക്ഷാന്തേഹിയെ പോലെ എഴുത്തച്ഛന്റെ കാൽപ്പാട് പതിഞ്ഞ മണ്ണിനോടും കാവിനോടും വിളക്കിനോടും കഴിക്കാത്ത കാഞ്ഞിരമരത്തോടും തിരക്കും. എഴുത്തച്ഛന്റെ രൂപഭാവങ്ങൾ എന്തെന്ന് അവർക്കുത്തരമുണ്ടെങ്കിൽ നടക്കും. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തിക്കൂടെ? അതെ, ആ കൃതികൾ അങ്ങേക്കുള്ളിൽ ആചാര്യ രൂപം വരക്കാതിരിക്കില്ല. അതെ അതെ. മൺകൂടിനകത്ത് ഓടുവിക്ക് ഒഴിക്കും പോലെ അല്ലേ? അതെ. ഇത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം, മഹാഭാരത കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. ദൈവനിയോഗം പോലെ ഞാനും കുറച്ച പുസ്തകം എടുത്തിട്ടുണ്ട്. തിരൂർ ദിനേശിന്റെ കഥയമാണ്, സി രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം, മഹാകവി ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം, കെ.പി. നാരായണ പിഷാരടിയുടെ തുഞ്ചത്താധ്യായം തുടങ്ങിയ കിട്ടാവുന്ന എല്ലാ കൃതികളുമുണ്ട്. ഈ പുസ്തകപ്പുഴ നീന്തി ഞാൻ എഴുത്തച്ഛനെ തേടിയറിയാം. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന പ്രതീക്ഷയാണ്. തീർച്ചയായും ആത്മാവിന് മരണമില്ല. ആചാര്യൻ അനുഗ്രഹിക്കാതിരിക്കില്ല. അതെ, എല്ലാവിധ ഭാവവും. ശരി ദേവേട്ട. ശരി. കാലം 16-ാം നൂറ്റാണ്ട്. വെട്ടത്ത് നാട്ടിലെ പൊന്നാനിപ്പുഴയുടെ തീരത്ത് വട്ടക്കാട്ട് നായർ കുടുംബത്തിൽ ഒരു ചക്കാല നായരും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഏക മകനും ജീവിച്ചു പോന്നു. ദേശത്തെ അമ്പലങ്ങളിലേക്കും സമ്പന്ന തറവാടുകളിലേക്കും മരച്ചക്കിൽ എണ്ണയാക്കി ചക്കുകാളെ പോലെ ഒരു ആയുഷ്കാലം മുഴുവൻ മട്ടം കറങ്ങിയിട്ടും ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ ആയുസ്സും ആരോഗ്യവും ക്ഷയിച്ച് ഒടുവിൽ ചുവച്ച് ചോര തുപ്പി ആട്ടച്ചക്കിന് ചുവട്ടിൽ വീണു മരിച്ച ഒരു പാവ മനുഷ്യനെ കഴിയും കേവലം. അങ്ങുന്നേ
ഇലച്ചാർത്തുള്ളിലേക്ക് തന്റെ ഭർത്താവെന്ന തണൽമരം വീണപ്പോൾ വീടും കുടുംബവുമല്ലാതെ വീട്ടുവളപ്പിനപ്പുറം സ്വപ്നത്തിൽ പോലും കാണാത്ത ആ പാവം സ്ത്രീ ജീവിതത്തിന്റെ മരച്ചക്ക് ഒറ്റയ്ക്ക് വലിക്കുവാനാവാതെ മരവിച്ചു നിന്ന ഏതാനും ദിനരാത്രങ്ങൾക്കൊടുവിൽ ചാറ്റിൽ മഴയിട്ട് കുതിർന്ന ഒരു രാത്രി. ഇനി നമുക്കൊറ്റ മാർഗമുള്ളൂ. എന്താ എന്താ? എന്റെ മോൻ ഇങ്ങോട്ട് കേറി വാ. ഈ കയറിന്റെ ഒരു വശത്ത് നീയും മറുവശത്ത് ഞാനും. അതോടെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും രാമ. നിനക്ക് സമ്മതല്ലേ? വേണം, നമുക്കിത് വേണം. അമ്പലങ്ങളുടെ ശ്രീലകത്തും ഇല്ലങ്ങളുടെ അകത്തളത്തും കത്തുന്ന വെളിച്ചം നമ്മുടെ ചോരയാണ്. അതിന് പ്രതിഫലമായി 2 നേരം അന്നെങ്കിലും തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. വെട്ടത്ത് നാടിന്റെ മനസാക്ഷിക്ക് മുൻപിൽ നാളെ 2 മൃതശരീരങ്ങൾ തൂങ്ങിയാകണം. ഈ കെട്ടകാലത്തിന്റെ കൈകളിൽ നിന്നെ തനിച്ചാക്കി യാത്രയാവാൻ ഇനി അമ്മയ്ക്കാവില്ല പോലെ. ആരാ ഭഗവാനെ മറന്നൊന്ന് വിളിച്ചേ? ആ തുഞ്ചത്തെ ലക്ഷ്മിയോ? കൂടെ മകനുണ്ടല്ലോ. ശിവ ശിവ, എന്തായി കാണുന്നേ? എടുക്കുക, കഴുത്തിന്ന് കയറങ്ങിട്ട് എടുക്കുക. എടുക്കാനാ പറയണേ. ജീവിതം ഗതിമുട്ടിയ ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല. ദൈവത്തെ ഒത്ത് തടയരുത്. വീട്ടിത്തം വിളമ്പണ കേട്ടോ. ആത്മാഹുതി ചെയ്ത പ്രാണന് ഒരു കാലത്തും ഗതി പിടിക്കില്ല. അതറിയില്ലേ നിനക്ക്? തിരുമേനി പൊയ്ക്കോളൂ. ഇഹപര മോക്ഷത്തിന് അർഹതയില്ലാത്ത ഗതികെട്ട ആത്മാക്കളാണ് ഞങ്ങൾ. സകല ചരാചരങ്ങളിലും ഈശ്വരനെ കണ്ട് ഉപാസിക്കുന്ന ഒരു പാവം ബ്രാഹ്മണനാണെന്നോ? 3 ജീവനെ കുരുതി കൊടുക്കുന്ന മഹാപാവം കണ്ടിട്ട് പോവേ. ശിവ ശിവ, മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. വരിക, നമ്മുടെ കൂടെ ഇല്ലത്തേക്ക് ഇങ്ങോട്ട് വരിക.
അന്നത്തിന് ഒരു മുട്ടുണ്ടാവില്ല, അന്തർജനത്തിന് ഒരു സഹായമാവും. ഹൈ, എന്തിനാ മാന്തിക്കണേ? അക്ഷാൽ കണ്ടിവിടപ്പനാ വിളിക്കണമെന്ന് നിരീച്ച് ഇങ്ങോട്ട് വന്നു നോക്കിയേ. വരിക. ശംഭോ മഹാദേവ. അങ്ങുന്നേ അങ്ങുന്നേ അങ്ങുന്നേ, ഓ, ഒന്ന് എണീക്കുന്നേ. എന്താ എന്താ കാര്യം? ലക്ഷ്മിക്ക് ഇത് മാസം 10 അതിന്റെ ഒരു ഏനക്കൽ തുടങ്ങിയിരിക്കണു. ഓ, ശിവ ശിവ. വേദന കലശല. നാം ഒട്ടും പെറ്റിട്ടുമില്ല, പേരെടുത്തിട്ടുമില്ല. ആ വയറ്റാട്ടിപ്പാറൂന് ഒറ്റൊന്ന് കിട്ടുവാവോ? ഈ അന്തിപ്പാതിന നേരത്ത് കാവുംപടി വരെ പോവുക. ഇനി പോയാ തന്നെ തിരിച്ചെത്തുമ്പോ നേരെ ശിയാവില്ലേ? എന്റെ ഭഗവാനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്, പക്ഷേ ഇരുചെരിയരുത്. എന്താ അത്? വേഗം വേഗം പറയാ. നമ്മുടെ ആ ചാത്തൻകുലയുടെ അമ്മ ചിരിതേയില്ലേ, അവരെ വിളിച്ചാലോ? ശിവ ശിവ, എന്താ ഈ പറയണേ? നാട്ടുകൂട്ടം അറിഞ്ഞ താനൊന്നും ഉണ്ടാതിരിക്ക. 10 തികഞ്ഞൊരു പെണ്ണ് പ്രാണവേദന കൊണ്ട് കുറയുമ്പോ എന്ത് ജാതി? രാമ, അവിടെ ഇരുന്ന് കരയാണ്ട് ഓടിപ്പോയി ആ ചിരുതേനെ അങ്ങനെ വിളിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അല്ല, ചിരിതേയല്ലേ ആ വരണേ? ഉവ്വ് ഓ, ചത്തനുണ്ടല്ലോ കൂടെ. ഉവ്വ്. ചിരിതേ നാട്ടുകൂട്ടത്തെ ഭയന്ന് ചില നാടാചാരങ്ങളൊക്കെ പാലിക്കുന്നു എന്നുള്ളത് നേരാ. നാ വേദത്തിന് നിരക്കാത്ത ജാതി നമ്മുടെ മനസ്സിലും ഇല്ല, മനയിലും ഇല്ല. ഇവിടെ വന്നോളൂ. ചിരി ഒട്ടും ആദിക്കണ്ട, നേരെ ഇട്ടിലത്തേക്ക് അങ്ങോട്ട് പൊക്കുക. വേഗം അങ്ങനെ പൊക്കോളൂ. ശംഭോ മഹാദേവ, കാരുണ്യമൂർത്തേ. ഓ, പെറ്റു, ലക്ഷ്മി പെറ്റു. 10 തന്നെ പെണ്ണുള്ള പേര് ചിരിതേരി ഒന്ന് കേറിയ പെറ്റു വീഴുന്ന ചൊല്ല്. അത് സത്യാട്ടോ. അതാണ് ഈശ്വരീയത. ആട്ടെ, എന്താ കുഞ്ഞ്? അൻകുഞ്ഞ. ഓ, കർക്കിടകം രാശി, ആയില്യം നക്ഷത്രം. ഏഷായിരിക്കണോ? ശ്രേഷ്ഠ ജന്മം തന്നെയാ, സംശയില്ല. എവിടെ ആ അവതാര രൂപത്തെ നാമം കാണട്ടെ. ചിരിതേയേ, അതിനെന്താ ചിരിതേ? നിങ്ങളുടെ
അവതാരങ്ങൾക്കില്ലാത്ത അശുദ്ധി നമുക്ക് എന്തിനാ ചെയ്തേ? കൊണ്ടുവരിക, ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്തൊരു ചന്താത്, പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ. ഇവിടെ നാം ഒന്ന് എടുത്തോട്ടെ ആ അവതാര രൂപത്തെ. പുല ആലായ്മ ഒക്കെ മറന്നോ? ഒന്ന് കുളിച്ചാ തീരുന്ന ശുദ്ധിയില്ലേ ഉള്ളൂ. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടന്നതാ മനുഷ്യന്റെ ഗുണത്തിനാച്ചാ. അല്ലാച്ചാ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. കേട്ടിട്ടില്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദയേശ്വ. ഈശ്വരൻ ആകാശത്തിനപ്പുറത്തല്ല ഇരിക്കണ. ദാ ഇതുപോലെ ആപത്തിന് ഉപകരിക്കണ നല്ല മനുഷ്യല്ല. അത് മറന്നുപോയതാ നമ്മുടെ ആൾക്കാർക്ക് പറ്റിയ വലിയ തെറ്റ്. തരിക, ഇങ്ങോട്ട് തരിക. ഏത് കാലത്ത് ഇതിനൊക്കെ ഒരു അവധി വരും? ഈശ്വര, അതിനല്ലേ ഈ പിറവി. തെറ്റു വീണത് ഒരു പുതിയ പെണ്ണിന്റെ കൈകളിലേക്ക് ജന്മം കൊണ്ട് തന്നെ പരിവർത്തനം സൃഷ്ടിച്ചത്. തന്ത ഏതൊന്ന് കണ്ടോട്ടെ ആ പൂങ്കല്ലിനെ. ഓ, അതിനെന്താ, ഇങ്ങനെ വരിക. ചൂര്യനെ പോലെ ഒരു ചുന്തൻ. ചാത്ത, ഇവൻ വെറും സൂര്യനല്ല, കാലത്തെ മാറ്റിമറിക്കുന്ന ജ്ഞാനസൂര്യൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ജയ കൃഷ്ണ.